നമ്മളൊരു യൂട്യൂബ് സർവേയുടെ ഭാഗമായിട്ട് വന്നതാണ്. അതായത് ഇപ്പോൾ വയനാടൊക്കെ നമുക്കറിയാം ഇത്രയും വലിയ ദുരന്തമൊക്കെ ഉണ്ടായി, നമ്മളതിൻ്റെ ഒരു നടുക്കത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോൾ വീണ്ടും മുല്ലപ്പെരിയാർ ഒരു ദുരന്തമാവുമോ, അല്ലെങ്കിൽ മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള വിഷയങ്ങൾ വീണ്ടും സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പെരുമ്പാവൂർ മേഖല എന്തായാലും ഇതിന് ബാധിക്കപ്പെടുന്നൊരു മേഖല ആയതുകൊണ്ട് ഈ ഭാഗത്തുള്ള ആൾക്കാരെന്നുള്ള രീതിയിൽ എന്താണ് നിങ്ങളുടെ ഒരു കൺസേൺ? അത് ഇപ്പോൾ വയനാട് ഉണ്ടായേക്കണ ദുരന്തം നമുക്കറിയാലോ, കേരളം കണ്ടതിൽ ഭയങ്കര വലിയൊരു ദുരന്തം തന്നെയാണ്. അപ്പോൾ അതിലും വലിയൊരു വാട്ടർ ബോംബ് എന്ന് വേണമെങ്കിൽ പറയാം മുല്ലപ്പെരിയാർ. അപ്പോൾ അതേപോലത്തെ ഒരു സംഭവം ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇതുവരെയായിട്ടും അതിൻ്റെ പണികൾ തുടങ്ങാത്തതെന്ന് അറിയില്ല. അതായത് എത്രയും പെട്ടെന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഒരുപാട് ജീവനുകൾ രക്ഷിക്കാം. നിങ്ങൾ ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാറുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെപ്പറ്റി ആലോചിക്കാറുണ്ടോ? ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ടെന്നോ, അല്ലെങ്കിൽ ആ ഒരു വിഷയത്തെപ്പറ്റി എത്രത്തോളം നിങ്ങൾ സംസാരിക്കാറുണ്ട്? അങ്ങനെ ആലോചിക്കാറുണ്ട്. പൊട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്, അറിയാൻ പറ്റില്ല നമുക്ക് പൊട്ടിയതൊന്നും. എപ്പോഴും പൊട്ടാന്നുള്ള സ്ഥിതിക്കാണ് നിൽക്കണം. അപ്പോൾ അതിൻ്റെ ഒരു തീവ്രത നിങ്ങൾ അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടുണ്ടോ? കാരണം ഇപ്പോൾ വയനാട് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയിലുള്ള വെള്ളത്തിൻ്റെ ഒരു പ്രശ്നമാണ് അവിടെ നടന്നത്. വെള്ളമാണല്ലോ ശരിക്കും ഉരുൾപൊട്ടുമ്പോൾ വരുന്നത്, അതിൻ്റെ കൂടെ മണ്ണും മറ്റ് പല സാധനങ്ങളുണ്ടാവും. ഇപ്പോൾ മുല്ലപ്പെരിയാറും ഇടുക്കിയും എല്ലാം ഒരുമിച്ചൊരു ദുരന്തത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനെപ്പറ്റി എങ്ങനെ കാണുന്നു? അതിനെ അത് വലിയൊരു ദുരന്തമായി മാറും. ആശങ്കയുണ്ടോ, പേടിയുണ്ടോ ഇതിനെപ്പറ്റി? പൊട്ടും നമുക്ക് എപ്പോഴാണ് പറയാൻ പറ്റില്ല, ആരും ശ്രദ്ധിക്കലല്ല അതിനെ കുറിച്ചൊന്നും. ചേച്ചി, ഇപ്പോൾ നമ്മൾ ഈ വയനാട് ഭാഗത്തൊക്കെ ഇത്രയും ദുരന്തങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും അതിൻ്റെ ഒരു ഭീതിയിലാണെന്ന് നമുക്കറിയാം. അപ്പോൾ മുല്ലപ്പെരിയാർ ഇഷ്യൂ വീണ്ടും സജീവമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സുപ്രീം കോടതി അത് റിവ്യൂ വീണ്ടും അതിൻ്റെ എഗ്രിമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ വീണ്ടും പരിശോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതി വീണ്ടും മുന്നോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഈ മുല്ലപ്പെരിയാർ ഒരു ദുരന്തം ആവുകയാണെങ്കിൽ അതിനെ പറ്റിയുള്ള നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട് എന്താണ്? നിങ്ങൾ എത്രത്തോളം ഭീതിയോടുകൂടിയാണ്, ഇപ്പോൾ ഇത്രയും നമ്മൾ എന്തായാലും ഒരു പേടിയിലാണുള്ളത്, നിങ്ങൾ എത്രത്തോളം ഭീതിയോടുകൂടി ഇതിനെ കാണുന്നു? പേടിയോടുകൂടി തന്നെയാണ് നമ്മൾ കാണുന്നത്. അല്ല, ഇപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യണം എന്നാണ്, അല്ലെങ്കിൽ ഇതിനൊരു പരിഹാരമായിട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സർക്കാരിനോട് ഇപ്പോൾ അധികാരികൾ വിചാരിക്കാണ്ട് ഇതിനൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു തലത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എന്താണെങ്കിലും ഒരു പ്രതിവിധി കണ്ടെത്തണം. ഇത്രയും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒക്കെ ഒരു പ്രതിബന്ധമായിട്ട് നിൽക്കുന്ന കാര്യമായതുകൊണ്ട് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ഇത്രയും ജനങ്ങളുടെ ജീവനും സ്വത്തിനും അത് എന്തായാലും ഭീഷണി തന്നെയാണ്. വയനാട് സംഭവിച്ചതിന് അപ്പുറത്താണ് ഇത് മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കുന്നത്. അത് സർക്കാർ എന്തെങ്കിലും അതിന് തീരുമാനം എടുത്തേ പറ്റൂ. ചേട്ടാ നമസ്കാരം. നമ്മളൊരു യൂട്യൂബ് സർവേയുടെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അറിയാം വയനാടൊക്കെ പ്രകൃതി ദുരന്തവും ഭൂകമ്പവും അല്ലെങ്കിൽ ഉരുൾപൊട്ടലൊക്കെ ആയിട്ട് ഒരു വൻ ദുരന്തമായിട്ട് നമ്മൾ അതിൻ്റെ ഒരു നടുക്കലിലാണ് നമ്മളെല്ലാവരും നിൽക്കണേ. ആ ഒരു സമയത്ത് മുല്ലപ്പെരിയാർ വീണ്ടും ഒരു സജീവമായിട്ടുള്ള ഒരു ചർച്ചയിലേക്ക് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് തരിക. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ഇപ്പോൾ പെരുമ്പാവൂർ മേഖലയിലാണ് നമ്മളുള്ളത്. ഇവിടുത്തെയുള്ള നിവാസികൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ എങ്ങനെ ഇതിനെ നോക്കിക്കാണുന്നു? എത്രത്തോളം ഭയാശങ്കയോടുകൂടി? കാരണം ഒരിക്കലും വയനാട് സംഭവിച്ചതുപോലെ ആയിരിക്കില്ല മുല്ലപ്പെരിയാർ ഒരു ദുരന്തമായിട്ട് മാറിക്കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ എത്രത്തോളം ഭീതിയോടുകൂടി ഇതിനെ നോക്കിക്കാണും? ഭീതി എന്ന് പറഞ്ഞാൽ ഇത് വർഷങ്ങൾ 1885 കൺസ്ട്രക്ഷൻ നിർമ്മിച്ചതാണല്ലോ. അപ്പോൾ അതിൻ്റേതായ ഒരു ബേബി ഡാം എന്നുള്ളതിൽ എന്താ പറഞ്ഞാൽ ഇത്ര ഡാമിൻ്റെ പോരായ്മകൾ ഒരുപാടുണ്ട്. പക്ഷെ സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കേരളത്തിൽ തന്നെ 5-8 ജില്ലകൾക്ക് നാശം സംഭവിക്കുന്നതാണ്. അതിന് എത്രയും പെട്ടെന്ന് ഗവൺമെൻറ് തലത്തിലും തമിഴ്നാടും കേരള ഗവൺമെൻറ്റും ശക്തമായൊരു തീരുമാനം എടുക്കുന്നതായിരിക്കും കേരളത്തിലെ ജനങ്ങൾക്ക് ഭാവിയിലേക്കുള്ള തലമുറയ്ക്കും ഗുണപ്രദമാകുന്നത്. എത്രത്തോളം ആശങ്കയുണ്ട് ഇതിൽ? അതായത് നിങ്ങളുടെ കുടുംബത്തിലൊക്കെ ഇതിനെപ്പറ്റി സംസാരിക്കാറുണ്ടോ? സുഹൃത്തു വലയത്തിലൊക്കെ ഇതിനെപ്പറ്റി സംസാരിക്കാറുണ്ടോ? നമ്മൾ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുള്ള കാര്യം തമിഴ്നാടും കേരളം ആയ മുഖ്യമന്ത്രിമാർ തമ്മിലെ ഒരു തീരുമാനം, സെൻട്രൽ മിനിസ്ട്രിയും ഇതിനൊരു ശക്തമായ തീരുമാനം എടുക്കുകയാണ് ഏറ്റവും അനുയോജ്യം. അതൊരു ബഹുമാനപ്പെട്ട സുപ്രീം കോടതി. ഇവിടെ വേറെ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, അവരോടും കൂടി ചോദിക്കാം. ചേട്ടാ, സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട്. നമ്മുടെ തലയ്ക്ക് മുകളിലിരിക്കുന്ന ഒരു മഹാ ബോംബാണ് മുല്ലപ്പെരിയാർ. അപ്പോൾ ഡാം പുതുക്കിപ്പണേണ്ട എത്രയും പെട്ടെന്ന് നമ്മുടെ ആവശ്യമാണ്. നമ്മുടെ ഓരോ ജനതയ്ക്കും നല്ല പേടിയോടുകൂടിയാണ് കഴിയണത്. ഇപ്പോൾ നമുക്കറിയാം മഹാദുരന്തം ഇപ്പോൾ വയനാട് സംഭവിച്ചു കഴിഞ്ഞു. 120 വർഷം പഴക്കമുണ്ട് ഡാമിന്. എന്തുകൊണ്ടാണിത് ഇത്ര സീരിയസോടെ ഗവൺമെൻറ്റും നമ്മുടെ കേന്ദ്ര സർക്കാരൊക്കെ കാണാത്തതെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഒരു പോംവഴി കണ്ടെത്തണം. ഇപ്പോൾ ഇന്നലെ സുപ്രീം കോടതി ഇതിൻ്റെ എഗ്രിമെൻ്റ് വീണ്ടും ഒരു റിവ്യൂ എടുക്കണം, അല്ലെങ്കിൽ എത്രത്തോളം അതിനകത്ത് സാധ്യത ഉണ്ടെന്നുള്ളത് പരിശോധിക്കണമെങ്കിൽ വീണ്ടും ആ ഒരു കേസ് വീണ്ടും ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം പ്രത്യാശ നമുക്ക് ഉണ്ടാകാം?
നമ്മുടെ ഗവൺമെൻറ് അല്ലേ, ഒട്ടും പ്രത്യേകതയുടെ ആവശ്യമില്ല. എന്താണെങ്കിലും പൊട്ടി വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കാം. ഇത് എല്ലാവരും വളരെ പേടിയോടുകൂടി തന്നെയാണ് കാണുന്നത്. ഇതിപ്പോൾ ഒരിക്കലും ഈ പറഞ്ഞ പോലെ വയനാടെന്ന് സംഭവിച്ച പോലെ ഒരു ചെറിയ, വയനാടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ രീതിയിലുള്ളൊരു വെള്ളത്തിൻ്റെ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വളരെ നിസ്സാരമാണെന്ന് നമുക്ക് 40 അടി ഹൈറ്റിലൊക്കെ വരുന്നൊക്കെയാണ് പറയുന്നത്. 40 അടി നമുക്ക് ഊഹിക്കാൻ പറ്റാവുന്ന ഒരു കാര്യമല്ലല്ലോ. കഴിഞ്ഞ തവണത്തെ 2018 വെള്ളപ്പൊക്കം തന്നെ നമ്മൾ കണ്ടതാണല്ലോ. നിസ്സാരമായിട്ട് കയറിയിട്ട് തന്നെ എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ വന്നു. ഇതിപ്പോൾ നമ്മൾ എന്താ പറയണതിൽ ഒന്നും പറയാനോ ചിന്തിക്കാനോ പറ്റാത്ത ഒരു പരിപാടിയായിട്ട് പോകുന്നത്. ചിന്തിക്കുകയേ പാടില്ല. ഇത് കാണാൻ വേണ്ടി കുഞ്ഞൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത്? കുഞ്ഞുങ്ങളുടെ മുഖമൊക്കെ നമുക്ക് ഓർക്കുമ്പോൾ വളരെയധികം പേടിയോട് തീർച്ചയായില്ലേ നമ്മൾ കാണുന്നതല്ലേ. ഇപ്പോൾ 1.5 വയസ്സായ കൊച്ചിനെ വയനാട്ടിൽ നിന്ന് കിട്ടിയിരിക്കണം. ഇതുപോലെയൊക്കെയാണ് കിട്ടുന്നത്. അതിനുള്ളൊരു അവസരം എന്ന് വെച്ചാൽ ഇതുപോലൊരു ദുരന്തത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാതെ ആരാണ് നമ്മൾ ഓരോരുത്തരും അതിന് വേണ്ടിയിട്ട് പ്രതികരിക്കുക, ശക്തമായിട്ട് പ്രതികരിക്കണം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രതികരണത്തിന്റെ ഭാഗമായിട്ടാണ് തീർച്ചയായിട്ടും പ്രതികരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ഈ രീതിയിൽ പ്രതികരിക്കാം. അതെ, നമുക്ക് ഈ രീതിയിൽ പ്രതികരിക്കാം. മാക്സിമം ഇതൊരു അധികാരികളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമുക്കിത് ചർച്ചയാക്കുക. അങ്ങനെ ഒരു നല്ല രീതിയിലുള്ളൊരു റിസൾട്ട് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപ്പോൾ എല്ലാവരും വളരെയധികം, പ്രത്യേകിച്ച് കുടുംബവും കുട്ടികളൊക്കെ ആയിട്ട് താമസിക്കുന്ന എല്ലാവരും വളരെയധികം ഭീതിയോടും പേടിയോടും തന്നെയാണ് മുല്ലപ്പെരിയാറിനെ ഇപ്പോഴും നോക്കിക്കാണുന്നത്, പ്രത്യേകിച്ചും വയനാട് ഇങ്ങനൊരു ദുരന്തം ഉണ്ടായ സാഹചര്യത്തിൽ. അപ്പോൾ നമ്മൾ കുറേ പേരുടെ അഭിപ്രായങ്ങളും അവരുടെ റിയാക്ഷൻസും ഒക്കെ കണ്ടു. ഞാൻ തൽക്കാലം ഈ സെക്കൻഡ് പാർട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. വേറൊന്നും കൊണ്ടല്ല, നമ്മൾ പെരുമ്പാവൂർ ഭാഗത്താണ് മെയിനായിട്ടും ആൾക്കാരുടെ അടുത്ത് അഭിപ്രായം ചോദിക്കാനായിട്ട് പോയത്. അങ്ങനെ പോയ സമയത്ത് ക്യാമറയുടെ മുമ്പിൽ ആർക്കും അഭിപ്രായം പറയാൻ, അല്ലെങ്കിൽ ക്യാമറയുടെ മുമ്പിൽ അഭിപ്രായം പറയാൻ മടിയില്ലാത്തവർ വളരെ കുറവാണ്. എല്ലാവർക്കും അഭിപ്രായം പറയും. എല്ലാവരും വാ തോരാതെ ഇതിനെപ്പറ്റി ഒരുപാട് പറയുന്നുണ്ട്. എല്ലാവരുടെയും ആശങ്കയുണ്ട്, പേടിയുണ്ട്. പക്ഷെ ചേട്ടാ ഇത് വീഡിയോയുടെ മുമ്പിൽ പറയുമോ, അല്ലെങ്കിൽ ചേച്ചി ഇത് വീഡിയോയുടെ മുമ്പിൽ പറയാമോ എന്ന് ചോദിച്ചാൽ ആർക്കും പറയാൻ സാധിക്കുന്നില്ല. എന്താണ് അതിന്റെ കാരണം എന്ന് എനിക്കറിയില്ല. ഇനിയും നമ്മൾ പ്രതികരിക്കാതിരുന്നാൽ ഇത് എവിടെ അവസാനിക്കും എന്ന് എനിക്കറിയില്ല. ഓരോരുത്തരും പ്രതികരിക്കണം. നമ്മൾ വെറുതെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. കാരണം പേടിച്ച് ഇരുന്ന ഒരു സമൂഹത്തെ കീഴ്പ്പെടുത്താൻ എളുപ്പമാണെന്ന് നമ്മൾ കേട്ടിട്ടില്ല. ബ്രിട്ടീഷുകാരൊക്കെ ചെയ്തത് തന്നെ. ഇവിടെ കീഴ്പ്പെടുത്തുന്നത് എന്താണ്? വലിയൊരു അപകടമാണ്. സംഭവിക്കാതിരിക്കാം. പക്ഷെ നമ്മൾ കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ അതിനുള്ള സാധ്യതകൾ കൂടുതലാണ്. 50 വർഷം മാത്രം പ്രായം പറഞ്ഞൊരു ഡാം ഇന്ന് 128 വർഷം ആയി. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും, മാത്രമല്ല അതിൻ്റെയൊക്കെ വിഷ്വൽസ് നമ്മൾ കണ്ടിട്ടുണ്ട്, പല സ്ഥലത്തും ചോർച്ചയുള്ളതൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്, അത് ഒരു ദുരന്തമായി കഴിഞ്ഞാൽ അത് അതിനുണ്ടാക്കാൻ സാധിക്കുന്ന ആഘാതം, അതിനെപ്പറ്റി നമ്മൾ കേൾക്കുമ്പോൾ എന്തിനായി ഒരു റിസ്ക് എടുക്കുന്നത്? ഇത്രയും ജനങ്ങളുടെ ജീവൻ വെച്ചുകൊണ്ട് എന്തിനാണ് ഒരു റിസ്ക് എടുക്കുന്നത്? അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും സോഷ്യൽ മീഡിയയിലൂടെ എങ്കിലും പ്രതികരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.